ചോദ്യം: പള്ളിയിൽ വെച്ചല്ലാതെ നിസ്കരിക്കുമ്പോൾ ഉച്ചത്തിൽ ഓതൽ സുന്നത്തുണ്ടോ? ഉത്തരം: ഉച്ചത്തിൽ ഓതൽ സുന്നത്തുള്ള നിസ്കാരമാണെങ്കിൽ പള്ളിയിലായാലും അല്ലെങ്കിലും ഇമാമിനും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഉച്ചത്തിൽ ഓതൽ സുന്നത്തുണ്ട്. ചോദ്യം: നിസ്കരിക്കുമ്പോൾ സ്ത്രീകൾ തലമുടി കെട്ടിവെക്കാൻ പാടില്ലെന്ന് കേട്ടു. എന്താണ് യാഥാർത്ഥ്യം? ഉത്തരം: പുരുഷൻ നിസ്കരിക്കുമ്പോൾ ധരിച്ച വസ്ത്രം മടക്കി വെക്കരുതെന്നും മുടി ചുരുട്ടിവെക്കരുതെന്നുമുള്ളത് പൊതുനിയമമാണ്. സ്ത്രീകൾക്കും ഇതേ നിയമം തന്നെയാണെന്ന് ചില പണ്ഡിതർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ സ്ത്രീകൾ ഇതിൽ നിന്നൊഴിവാണെന്ന് മോഹിബത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുടി അഴിച്ചിടുന്നത് ചിലപ്പോൾ പുറത്തു കാണാൻ കാരണമാകുമല്ലോ. വസ്ത്രങ്ങളും മുടിയും ചുരുട്ടിക്കെട്ടിവെക്കാതെ 7 അവയവത്തിന്മേൽ സുജൂദ് ചെയ്യാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചോദ്യം: ഫർള് നിസ്കാരം ഖളാ വീട്ടാനുള്ളതോടെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കാമോ? ഉത്തരം: ഫർള് നിസ്കാരം ഖളാ വീട്ടാനുള്ളവർക്ക് ഭക്ഷണം കഴിക്കുക, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുക തുടങ്ങിയ അനിവാര്യമായ കാര്യങ്ങൾക്കൊഴികെ മറ്റു സമയങ്ങളെല്ലാം ഖളാ വീട്ടാൻ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അല്ലാതെയുള്ള മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നിഷിദ്ധമാണ്. അത് സുന്നത്ത് നിസ്കാരമായാലും. പക്ഷേ സുന്നത്ത് നിസ്കരിച്ചാൽ സാധുവാകുന്നതാണ്. ചോദ്യം: ചില സ്ത്രീകൾ കിടക്ക വിരിച്ച് നിസ്കരിക്കുന്നത് കാണുന്നു. ഇത് ശരിയാണോ? ഇങ്ങനെ നിസ്കരിച്ചാൽ സ്വഹീഹാകുമോ? ഉത്തരം: നിസ്കരിക്കുന്ന സ്ഥലം വൃത്തിയുള്ളതായിരിക്കണമെന്നതാണ് നിബന്ധന. ഇത് തറയോ കട്ടിലോ പായയോ എന്തായാലും ബാധകമാണ്. കിടക്കയിൽ നിസ്കാരമാവാം. ആടുന്ന കിടക്കയാണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. പരുത്തി നിറച്ചതോ അതുപോലെ മാർദ്ദവമുള്ളതോ ആയ കിടക്കയാണെങ്കിൽ തലയുടെ ഭാരമെത്തുന്ന രൂപത്തിൽ അമർത്തിവെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശുദ്ധിയില്ലാതിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കിടക്ക ഒഴിവാക്കുന്നതാണ് നല്ലത്. ചോദ്യം: അത്തഹിയാത്തിൽ വിരൽ ചൂണ്ടുന്നതിൻ്റെ അടിസ്ഥാനമെന്താണ്? ഈ വിരലിലേക്കാണോ നാം നോക്കേണ്ടത്? ഉത്തരം: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴാണ് വിരൽ ചൂണ്ടുന്നത്. അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. ഇത് ഉച്ചരിക്കുമ്പോൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഈ ആശയം അടിയുറപ്പിക്കുന്നതോടൊപ്പം തൻ്റെ ബാഹ്യ അവയവങ്ങളിലും പ്രതിഫലിക്കുകയാണ് ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ വിരൽ ഉയർത്തണമെന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം.